സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ഇന്നു മുതൽ വേതന പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് ഈ സമരം. വിവരങ്ങളുമായി ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരികൃഷ്ണ, കടയടപ്പ് സമരം തുടങ്ങുമ്പോൾ സാധാരണക്കാരന്റെ കഞ്ഞികുടി മുട്ടുകയാണ്, അവരുടെ അന്നം മുട്ടുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ലക്ഷ്മി, ഈ റേഷൻ വ്യാപാരികളെ അനുനയിപ്പിക്കാൻ വേണ്ടി സർക്കാർ പരമാവധി ശ്രമിച്ചതാണ്. 2 തവണ ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും ആ ചർച്ചകളൊന്നും ഫലം കൊണ്ടില്ല. സർക്കാരിന്റെ ഉറപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 83-85% ആളുകളാണ് സംസ്ഥാനത്ത് ഒരു മാസം റേഷൻ വാങ്ങുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ കണക്കാണ്. അതിൽ തന്നെ ഈ ജനുവരി മാസത്തിൽ, ഇന്ന് തീയതി 27ആണ്, കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 64% ആളുകൾ ഇതുവരെ റേഷൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 11% ആളുകൾ, ഭക്ഷ്യവകുപ്പിന്റെ കണക്കിൽ 11% ആളുകൾ കൂടി ഇനി ഈ മാസം റേഷൻ വാങ്ങാൻ ബാക്കിയുണ്ട്. അതായത് 27, 28, 29, 30, 31 ഈ തീയതികളിൽ ഇന്നുൾപ്പെടെ 5 ദിവസം കൊണ്ട് ഇത്രയും ആളുകൾ റേഷൻ വാങ്ങാൻ ഇനി ബാക്കിയുണ്ട്. ഈ സമരം ബാധിക്കുക ഒരുപക്ഷെ അവരെയൊക്കെ ആയിരിക്കും. 11% അതിലേറെയോ ആളുകളെ ആയിരിക്കും ഈ സമരം ബാധിക്കുക. രണ്ടാമത്തെ കാര്യം, റേഷൻ വിതരണക്കാർ ഇന്നു മുതൽ, റേഷൻ കട വ്യാപാരികൾ ഇന്നു മുതൽ സമരത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനു മുമ്പ് റേഷൻ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനം എത്തിക്കുന്നവരുടെ സമരം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമരം അനുനയിപ്പിച്ച് അവരെ ആ സമരത്തിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് ഇന്നു മുതൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ റേഷൻ വ്യാപാരികൾ കടയടച്ചിട്ട് സമരം ചെയ്യുമ്പോൾ അവർ സാധനം എങ്ങനെ കൊണ്ടുവന്ന് എവിടെ സൂക്ഷിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായും ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ തന്നെ എന്തായാലും ഈ കടയടപ്പ് സമരം തുടങ്ങുമ്പോൾ അത് സാധാരണക്കാരനെ വലയ്ക്കുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, റേഷനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കൊപ്പമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച ഈ ഒരു സമരം വളരെ വേദനാജനകമാണ്, പ്രതിസന്ധിയാണ് അവർക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നത്. ഹരികൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.